നിങ്ങൾക്ക് മമ്മൂട്ടിക്കെതിരെ ഈ പറയുന്ന ആക്രമണം നടന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചോര തിളയ്ക്കുന്നു എന്നുണ്ടെങ്കിൽ മോഹൻലാലിനെതിരെ ആഷിഖ് കപൂർ എന്ന് പറയുന്ന ഒരു നിർമ്മാതാവിന്റെ സിനിമയില് വളരെ ജാതീയമായ രീതിയിൽ അധിക്ഷേപിക്കുകയും അദ്ദേഹത്തെ ആ തലത്തിൽ അധിക്ഷേപിക്കുകയും ചെയ്തപ്പോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അദ്ദേഹത്തെ വലിയ രീതിയിൽ ജാതീയമായി അദ്ദേഹത്തിന്റെ ഒരാവശ്യവുമില്ലാതെ അദ്ദേഹത്തിന്റെ ജാതി വലിച്ചിട്ടുകൊണ്ട് ജാതീയമായി അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും ചെയ്തപ്പോ നിങ്ങൾ ഇടത് സഹയാത്രികർ എവിടെ പോയിരുന്നു എന്ന് പറയാമോ? നിങ്ങൾ മമ്മൂട്ടി അധിക്ഷേപിച്ചു എന്ന് പറയപ്പെടുമ്പോ നിങ്ങൾ പ്രതികരിച്ചതാണെന്ന് പറയുകയാണെങ്കിൽ മോഹൻലാല് ഇതുപോലെ അധിക്ഷേപിക്കപ്പെട്ടപ്പോ പരിഹസിക്കപ്പെട്ടപ്പോ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ ഓഡിറ്റ് നടത്താൻ ഇറങ്ങി പുറപ്പെട്ടപ്പോ നിങ്ങൾ അതിന്റെ കൂടെ ചേർന്നതല്ലാതെ നിങ്ങൾ എന്തുകൊണ്ട് അതിനെ എതിർത്തില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് ആ വിഷയത്തിൽ നിങ്ങൾക്കൊരു ഇരട്ടത്താപ്പ്? എന്റെ സമയം അല്ല, ഞാൻ താങ്കളോട് താങ്കളോട് ചോദിച്ചതാണെന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. അതൊരു ചോദ്യമാണ്, അതൊരു ഇരട്ടത്താപ്പിൽ അതൊരു ചോദ്യമാണ്. അതിന് താങ്കളുടെ മറുപടി വേണം. നിങ്ങൾ ഇങ്ങനെ മനുഷ്യന്റെ പേരുകൾ വെച്ച് ജാതീയമായി തിരിക്കാൻ ശ്രമിക്കാതെ. അതെ, അതാണ് എനിക്ക് അങ്ങോട്ടും പറയാനുള്ളത്. ഇത് തുടങ്ങി വെച്ചതാരാണ്? നിങ്ങൾ എവിടെ പോയിരുന്നു? മോഹൻലാലിനെ അധിക്ഷേപിച്ചപ്പോ നിങ്ങൾ എവിടെ പോയിരുന്നു? അതാണ് ഞാനും ചോദിക്കുന്നത്. നിങ്ങൾ ചർച്ച നടത്തിയിരുന്നോ? മോഹൻലാലിനെ അധിക്ഷേപിച്ചോ നിങ്ങൾ ചർച്ച നടത്തിയോ? അല്ല, നിങ്ങൾ ഇടത് ഹാൻഡിലുകൾ മുഴുവൻ നിശബ്ദമായിരുന്നല്ലോ. ശിവൻകുട്ടി പോസ്റ്റ് ഇട്ടില്ല, ആരിഫ് പോസ്റ്റ് ഇട്ടില്ല, ആരെയും കണ്ടില്ലല്ലോ. അപ്പൊ പിന്നെ അതൊരു വിഷയമായി മാറിയില്ലല്ലോ. താങ്കളാണ് ഇവിടെ പറഞ്ഞത് വിഷയത്തിനെ വഴിതിരിച്ചു വിടുന്നു. രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടായ പ്രശ്നത്തിന് ഈ തലത്തിലേക്ക് പോകുന്നതിന് കാരണം സൈബർ ലോകത്ത് ഉണ്ടായിരിക്കുന്ന വലിയ ആക്രമണമാണെന്നാണ് താങ്കൾ പറഞ്ഞത്. സൈബർ ലോകത്ത് ഇതുപോലെ ആക്രമണം നടന്നപ്പോൾ നിങ്ങൾ എവിടെ പോയിരുന്നു എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. അതല്ല, നിങ്ങൾ ഒരു ക്ഷേത്ര ദർശനം നടത്തിയതിന് അദ്ദേഹത്തിന് നേരെ അധിക്ഷേപം നടന്നപ്പോ നിങ്ങൾ എവിടെ പോയിരുന്നു? നിങ്ങളുടെ പ്രമുഖ നേതാക്കൾ എവിടെ പോയിരുന്നു? സാംസ്കാരിക നായകർ എവിടെ പോയിരുന്നു? നിങ്ങൾ എല്ലാവരും നിശബ്ദമായിരുന്നല്ലോ. ഇതിലും സമയം ഇപ്പൊ തീരാൻ നിൽക്കുകയാണ്. ഇപ്പൊ എന്നെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തീർച്ചയായും താങ്കളിലേക്ക് വരാം. അതിനു മുമ്പ് അദ്ദേഹത്തിന് മറുപടി പറയാം. താങ്കളിലേക്കും വരണം. താങ്കൾ ഇല്ലാതെ ചർച്ച മുന്നോട്ട് പോകാൻ കഴിയില്ല. ശ്രീ അസ്കർ, താങ്കൾക്ക് ഇനി മറുപടി പറയാം. അനാവശ്യ ഒരു വിഷയത്തിലേക്ക് പോയിട്ട് സമയം ലീഗൽ പ്രശ്നങ്ങളെ പരിശോധിക്കപ്പെടുന്നതാണ് സിനിമ എന്ന് പറയുന്നത്, കല എന്ന് പറയുന്നത്. ഇവിടെ പുഴു എന്ന സിനിമയിലെ പ്രമേയത്തെ സംബന്ധിച്ച് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ട്? ബ്രാഹ്മണാധിപത്യത്തിനെതിരെ ശബ്ദിക്കുന്ന ഒരു കഥാതന്തു. ആ കഥാതന്തുവിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് ഇസ്ലാമിക് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഫണ്ടിംഗ് ആണ് മമ്മൂട്ടി നടത്തുന്നത് എന്ന അർത്ഥത്തിൽ അർഷദ് കൊടുത്ത പരാതിയിൽ 18 പേജുള്ള പരാതിയിൽ ഉണ്ട് എന്ന് അർഷദ് സമ്മതിക്കണം. അങ്ങനെ ഞാൻ ഇന്റർവ്യൂലും പറഞ്ഞിട്ടില്ലല്ലോ. അത് എന്ന് പറയുന്ന മറുനാടൻ മലയാളി നിങ്ങളെ ഉദ്ദേശിപ്പ് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഇതിനകത്ത് ഞാൻ ഉന്നയിച്ചിരിക്കുന്ന CPM-ന്റെ ഉന്നതരായ നേതാക്കന്മാർ എന്തിന് രാജേഷ് കൃഷ്ണനെ പ്രൊട്ടക്ട് ചെയ്യുന്നു? അതിന് നിങ്ങൾ മറുപടി പറയൂ. പാർട്ടി കോൺഗ്രസിന്റെ വേദിയിൽ വെച്ചുകൊണ്ട് പല നേതാക്കന്മാരും പാർട്ടി പരിശോധിക്കുന്നില്ല. ഹസ്കർ, മുൻ പാർട്ടി സെക്രട്ടറിക്ക് തന്നെ നേരിട്ട് പരാതി നൽകിയിട്ടും പാർട്ടി പരിശോധിക്കുന്നില്ല. അപ്പോഴാണ് മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് വരേണ്ടി വന്നത്. അവിടെ വീഡിയോ ക്ലിപ്പുകൾ പുറത്തു വരും. ആ നേതാക്കന്മാരുടെ പേരാണ് ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത്. അത് എന്ത് വീഡിയോ ക്ലിപ്പുകളാണെന്നുള്ള അതാത് നേതാക്കന്മാരെ തുറന്നു പറയണം. അവരും ഈ രാജേഷ് കൃഷ്ണനെ പോലത്തെ ഫ്രോഡും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ള അവർ തുറന്നു പറയണം. എനിക്ക് പാർട്ടിയിൽ ആരുമായിട്ട് വ്യക്തിപരമായ നോക്കൂ, രാജേഷ് കൃഷ്ണനെ വിളിക്കുന്ന ആരൊക്കെയാണ്? തോമസ് ഐസക് വിളിക്കുന്നു, MP ബിജു വിളിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ നേതാക്കന്മാരൊക്കെ അദ്ദേഹത്തെ അങ്ങോട്ട് വിളിക്കുന്നു, സംസാരിക്കുന്നു. അവരൊക്കെ സാക്ഷിയാണ് പരാതിക്കാരൻ. അപ്പോ അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ അതിലേക്ക് പോകാതെ ഇതിന് ഒരു വർഗീയതയുടെ നിറം കൊടുക്കുന്നത് ഇടത് ഹാൻഡിൽ തന്നെയാണ്. അതാണ് ചർച്ച. പരാതി കൊടുത്തു, പക്ഷേ പാർട്ടി കൊടുത്ത പരാതി സംഭവിക്കില്ല. പല നേതാക്കന്മാരും പല കാര്യങ്ങളും എന്റെ കയ്യിലുണ്ട് എന്നാ പറഞ്ഞത്.